അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ജൂലൈ 26 ഞായറാഴ്ച ആചരിക്കുന്ന 6ാമത് ആഗോള വയോജന ദിനത്തിന്റെ പ്രമേയം വത്തിക്കാൻ പ്രഖ്യാപിച്ചു. ഞാൻ നിന്നെ മറക്കില്ല എന്നതാണ് ഈ വർഷത്തെ സന്ദേശമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രായമായവരെ ആദരിക്കാനും സമൂഹത്തിൽ അവർക്കുള്ള പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കാനുമായി ഫ്രാൻസിസ് പാപ്പയാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. മുതിർന്ന തലമുറയും യുവതലമുറയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യം. കുടുംബങ്ങളിൽ മുതിർന്നവർ നൽകുന്ന സ്നേഹത്തെയും ജ്ഞാനത്തെയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കണമെന്ന് വത്തിക്കാൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിവിധ സംസ്ഥാനങ്ങൾ പാസാക്കിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി. ബംഗളൂരു സെന്റ് ജോൺസ് നാഷണൽ അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസിൽ ഇന്നലെ സമാപിച്ച 37ാമത് ജനറൽ ബോഡി സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന അടിസ്ഥാനരഹിത ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരപരാധികളായ നിരവധി വ്യക്തികൾ തടവിലാക്കപ്പെടുകയാണെന്ന് CBCI ചൂണ്ടിക്കാട്ടി. മതസ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിനും വിരുദ്ധമായ നിയമങ്ങൾ റദ്ദാക്കണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 എല്ലാ വ്യക്തികൾക്കും സ്വതന്ത്രമായി മതം ഉദ്ഘോഷിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ടെന്നും CBCI കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ അൾജീരിയയിലെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വെളിച്ചം വീശുന്ന പുതിയ ഡോക്യുമെന്ററി കത്തോലിക്ക മാധ്യമമായ EWTN പുറത്തിറക്കി. പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കോൾ ഫ്ലിൻ നിർമ്മിച്ച ക്രിസ്ത്യാനിറ്റി ഇൻ അൾജീരിയ വാക്കിംഗ് എ ഫൈൻ ലൈൻ എന്ന ഡോക്യുമെന്ററിയിൽ രാജ്യത്തെ ജനത, സ്ഥലങ്ങൾ, ദൈനംദിന ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നിവയിലൂടെയാണ് ക്രിസ്തീയ സമൂഹത്തിന്റെ ജീവിതകഥ പറയുന്നത്. രാജ്യത്തെ ക്രൈസ്തവരുടെ ആഴത്തിലുള്ള ചരിത്രവേരുകൾ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികൾ, ക്രൈസ്തവരുടെ സ്ഥിരതയുള്ള വിശ്വാസ സാക്ഷ്യം എന്നിവയിലൂടെ ഡോക്യുമെന്ററി പുരോഗമിക്കുന്നു. മിനസോട്ടയിലെ സെന്റ് പോളിലുള്ള സെന്റ് ആഗ്നസ് കാത്തലിക് സ്കൂൾ ഇടനാഴികളിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം സംഘടിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കത്തോലിക്ക സ്കൂൾ വാരം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വേറിട്ട ആത്മീയ ശുശ്രൂഷ നടന്നത്. കഴിഞ്ഞ ദിവസം സ്കൂൾ അധികൃതർ പുറത്തുവിട്ട പ്രദക്ഷിണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. കത്തോലിക്ക സ്കൂളുകളുടെ മികവും സ്വാധീനവും ആഘോഷിക്കുന്നതിനായി നാഷണൽ കാത്തലിക് എഡ്യൂക്കേഷണൽ അസോസിയേഷൻ നയിക്കുന്ന വാർഷിക പരിപാടിയാണ് കത്തോലിക്ക സ്കൂൾ വാരം. രാജ്യത്ത് അരങ്ങേറുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നൈജീരിയൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലിയോ 14 പാപ്പ. അക്രമത്തിനും ഭീകരതയ്ക്കും ഇരയായ എല്ലാവരോടും പ്രാർത്ഥനാപൂർവമായ സാമീപ്യം പ്രകടിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ പാപ്പ നൈജീരിയയിൽ സുരക്ഷിതത്വവും സമാധാനം ഉറപ്പാക്കാൻ അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നും അഭ്യർത്ഥിച്ചു. കടുന, നൈജർ എന്നിവയുൾപ്പെടെ നിരവധി നൈജീരിയൻ സംസ്ഥാനങ്ങളിൽ സമീപ ദിവസങ്ങളിൽ സായുധ സംഘങ്ങൾ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.